എന്താണ് വണ്ടി നിർത്തിയത്? പെണ്ണ് കാണാൻ. ദേ ആ പെൺകുട്ടിയെ കണ്ടോ? നീല സാരിയും റോസ് ബ്ലൗസ് ഇട്ട പെൺകുട്ടി. ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം. പേര് അശ്വതി നായർ, ക്ലാർക്കാണ് ട്രഷറിയിൽ. സമി, ആ അയ്യൊരൊന്ന് ഇറങ്ങട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ വേണ്ട, ഒരു ജീവിതം തകർക്കരുത്. സാമി ഒരുമാതിരി ത്രില്ലിംഗ് മൊമെന്റിൽ ഇടങ്ങാറ് പറയരുത്. ഇന്ന് അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും. അത് കഴിഞ്ഞാൽ കമലു കട്ട്. പോട്ടെ. എന്റെ ദേവി. സാറ് വിളിച്ചോ? ഇല്ല, ഞാൻ മൂകാംബിയ ദേവിയാണ് വിളിച്ചത്. അയ്യോ, ഇവിടെ ആരും ഇല്ലേ? മുരുകാ, പഴനി ആണ്ടവനേ, രക്ഷിക്കണേ മുരുകാ. അത്താ ഇങ്ങ ഇല്ല. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അല്ലേ? വേണ്ട, ശരിയാവില്ല. എന്താണെങ്കിലും പറയൂ ബാലസുബ്രഹ്മണ്യം. അത് അല്ല, അത് ശരിയല്ല. എന്താണെങ്കിലും പറഞ്ഞോളൂ. പറയട്ടെ. കമലുവിനോട് എനിക്ക് പറയാനുള്ളത് അതെങ്ങനെ പറയണം, ഏത് രീതി പറയണം എന്നെനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഒരു പെണ്ണോട് സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണേ. ദാ എല്ലാം ഈ കാസറ്റിലുണ്ട്. തനിച്ചിരിക്കുമ്പോൾ ഒന്ന് കേട്ടു നോക്കൂ. എല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ട് കമലു വളരെ ആലോചിച്ച ഒരു തീരുമാനം എടുക്കാവൂ. വരട്ടെ? ശരി. പഴനി ആണ്ടവാ കാപ്പാത്തുങ്കോ. പ്രിയപ്പെട്ട കമലു, ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ തെറ്റ് ചെയ്യാതിരിക്കാൻ എനിക്കാവുന്നില്ല. പലപ്പോഴും നേരിട്ട് പറയണമെന്ന് കരുതിയാണ്, പക്ഷേ കഴിയുന്നില്ല. കമലു, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാണ് ഞാൻ. പക്ഷെ കമലുവിനെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന എൻ്റെ ഭാവി വധുവിൻ്റെ അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, അതേ ഭാവം, എല്ലാം എല്ലാം ഞാൻ കമലുവിൽ കണ്ടെത്തി. കമലുവിനെ സ്വന്തമാക്കണമെന്ന മോഹം അതെനിക്ക് അടക്കാനാവുന്നില്ല. കമലു, എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയുമോ? കമലു സമ്മതിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന് കരുതും. മറിച്ചാണെങ്കിൽ കമലുവിനെ കുറിച്ചുള്ള കുറെ മധുര സ്മരണകളും താലോലിച്ച് ഞാൻ കഴിഞ്ഞോളാം. പറയൂ. എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതം. ഞാനും ഇത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ ബാലസുബ്രഹ്മണ്യത്തിന് എനിക്കിഷ്ടമായി. ആ ചിരി, ആ പെരുമാറ്റം, എല്ലാം നോക്കി നോക്കി കണ്ണു കഴിക്കുമ്പോൾ ആ സ്വരം ഞാൻ കേൾക്കും, ആ കള്ളച്ചിരി ഞാൻ കാണും. എങ്ങോട്ട് തിരിഞ്ഞാലും ആ മുഖം, ഉറങ്ങാൻ കിടന്നാൽ ആ ഓർമ്മ. ഇനി വയ്യ ബാലു, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, ദൂരെ ദൂരെ എവിടെയെങ്കിലും. ഞാനും ബാലുവും നമ്മുടെ മക്കളും മാത്രം. പറയൂ ബാലു, എന്താണെന്നും മിണ്ടാത്തത്? എന്നും എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഇത് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇതേതോ ഒരു ബാലസുബ്രഹ്മണ്യത്തിലുള്ളതല്ലേ? എടാ, ഞാൻ ബാലസുബ്രഹ്മണ്യമായിട്ട് അഭിനയിച്ചാണ് ഇത്ര ഒപ്പിച്ചെടുത്തത്. ഞാൻ വിശ്വസിക്കില്ല. ഇവൻ വല്ല നാടുകാരികൾക്കും കാശ് കൊടുത്ത് പറയിപ്പിച്ചാണെങ്കിലോ? നേരിട്ട് പറയിപ്പിക്കണം. അയ്യോ വേണ്ട, എനിക്ക് വിശ്വാസമാണ്. സ്വാമിക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മൾ തമ്മിലുള്ള ഏർപ്പാടില് ഈ ടേപ്പ് റെക്കോർഡർ എഴുത്തൊന്നും ശരിയാവില്ല. നേരിട്ട് തെളിയിക്കണം. അത് ശരിയാ, ഇവൻ ചിലപ്പോ കള്ളെഴുത്ത് എഴുതി കളയും. അതെ അതെ. പിന്നെ എന്റെ കാര്യത്തിലൊന്നും പറ്റില്ല കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിലും വിശ്വസനീയമായ രീതിയിൽ കാണിച്ചു തരാം. പോരെ? അപ്പൊ സ്വാമിക്ക് തൃപ്തിയായല്ലോ. വേണമെങ്കിൽ ഇനിയും തെളിയോ? മതിയേ. അവക്ക് എപ്പോഴും ഉണ്ടൊരു കിന്നാരം ചോദിക്കും. ഞാൻ വിട്ടില്ല. ഞാൻ നല്ല. എക്സ്ക്യൂസ് മീ, നീന രാജശേഖരനല്ലേ? അല്ല. പിന്നെ ഗായത്രി മേനോൻ? അല്ല. പിന്നെ
അല്ല നിങ്ങളുടെ ഇനിയും ഓർമ്മയിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പേര് പറ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ശരിയാവും കേട്ടോടി. ഇന്നാള് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു കഷണ്ടി ഇതുപോലെ എന്റെ പുറകെ നടന്ന് എന്റെ പേര് ചോദിച്ചു. നീ വാടി, ഓരോരുത്തന്മാർ ഇറങ്ങും ഓരോ അടവുകളും കൊണ്ട്. എടാ പവിത്ര, എന്റെ ഈ പരിപാവനമായ നമ്പർ നീ ഇത്ര ചീപ്പാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ, റോങ് നമ്പർ. തല്ലും ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലേ ഞാനൊരു കാര്യം പറയാം. നാളെ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ശ്രീബാല തിയേറ്ററിൽ വന്നാൽ നമുക്ക് നേരിൽ കാണാം, സംസാരിക്കാം. എന്താണെന്ന് മിണ്ടാത്തത്? ആ വരാം. പക്ഷേ ഞാൻ എങ്ങനെയാ നിങ്ങളെ മനസ്സിലാക്കുക? അതിനൊരു വഴിയുണ്ട്. ഞാൻ വെള്ളയിൽ നീല വരയുള്ള സ്ലാക്ക് ഷർട്ടും കറുത്ത പാൻസും ആയിരിക്കും. ശരി, ഞാൻ ഏത് ഡ്രസ്സാ ഇടേണ്ടത്? റോസ്മേരി ഏത് ഡ്രസ് ഇട്ടാലും എനിക്കറിയാം. അപ്പൊ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഓക്കെ? അല്ല, കൊറേ നേരമായല്ലോ നിങ്ങൾ ഇങ്ങനെ നമ്മളെ നോക്കണ്. എന്താ നിങ്ങളെ ഉദ്ദേശം? എന്താ നിങ്ങൾ ആലോചിക്കണേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അഹമ്മദ് കുട്ടി എത്ര സുന്ദരനാണെന്ന്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിന് ആർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാൻ ആലോചിക്കുന്നത് അതല്ല, എന്നെങ്ങനെ വേഷം കെട്ടിച്ചതിന്റെ കാര്യം എന്താണ് അത് പറ. എന്റെ ഒരു സന്തോഷത്തിന് അഹമ്മദ് കുട്ടിയുടെ വന്നതിന് ശേഷം ഒന്നും വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും എനിക്ക് സാധിച്ചല്ലോ. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വെറുതെ കറങ്ങേ? ഒരു സിനിമയ്ക്ക് പോവാം. ഇംഗ്ലീഷ് പിക്ചറാ? അല്ല, ഹിന്ദിയാ. ഛേ, ഹിന്ദി ഒരു ചീപ്പ്. ഞാനില്ല. എന്നാ അഹമ്മദ് കുട്ടി വരണ്ട. അല്ല, വരാ, ഞാൻ വരാ. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പിക്ചറിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ ഫീൽ ചെയ്യില്ലേ? കുട്ടികള് താനിവിടെ നിന്നോ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, ആരെന്ത് ചോദിച്ചാലും കമാന്നൊരു അക്ഷരം മിണ്ടരുത്. കമാന്ന് 2 അക്ഷരല്ലേ? താൻ എന്താ മനസ്സിലാക്കിയത്? കമാന്ന് വരരുതെന്നല്ലേ? ഓ, തന്നെ കൊണ്ട് ഞാൻ ആരോടും ഒന്നും മിണ്ടരുതെന്ന്. അത് ശരി, ഇല്ല മിണ്ടൂല. ആ, ആ മീനെ, സിനിമയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് പോയ പോരെ? എന്തായാലും 7 മണിക്ക് മുമ്പേ വീട്ടിലെത്തണം. അതൊക്കെ എത്താമെന്നേ, വാ. എന്തൊരു ജോഡിപ്പൊരുത്തോ. ഹലോ, അല്ല ഇതെപ്പ നിക്കാതെ കഴിഞ്ഞ് മോളെ പേരെന്താ? തന്നീട് വന്നേ. താനെന്താ ഇവിടെ? ഞാൻ പിക്ചറിന് എന്താണ്? പിക്ചറിന് എന്നെ ഇവിടെയും കൂടി ഇവിടെ കണ്ട കാര്യം ആ അച്ചായനോട് ഒന്ന് കെട്ടി എഴുന്നള്ളിച്ചേക്കരുത്. അവൻ ആകെ കുളമാക്കി കളയും. നേരോ? ആ, ഇത് കുളമാവും. ഇങ്ങോട്ട് നോക്ക്. വല്യമ്മച്ചി, വല്യമ്മച്ചി. ദാ, ആ കറുത്ത പാൻസും വെള്ളയിൽ വരെയുള്ള ഷർട്ടും അവൻ തന്നെ. ദേ, കൂടെ മറ്റവനുണ്ട്. ഇവൻ എത്ര കിട്ടിയാലും മതിയാവില്ല. എടാ ചാക്കോ, ഇന്ന് അവനും മറ്റവനും സൂപ്പാക്കണം. താൻ ബാൽക്കണിയിലൊന്നും കയറി ഇരിക്കരുത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണ്ട. ചെറുപ്പം എന്റെ സ്വഭാവമാണ്. എല്ലുപോലെ എന്റെ തന്ത കേട്ടോ. ഒരു പിടിക്കാൻ പറ്റാതെ